ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിൽ പിടിച്ചു. അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ഉള്ള ഒരാളാട്ടോ. ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാളവിക ഇപ്പൊ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാളവികനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജു വാര്യരുടെ മോളായിട്ടായിരിക്കും. നമ്മുടെ അവസ്ഥയെ മുതലാക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ മാളവിക ഒന്നും അറിയണ്ട, അമ്മ അനിയത്തിയും പുറത്തിരുന്നോട്ടെ, ഒരു 10 മിനിറ്റ് മാളവിക ഒന്ന് ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കരയാൻ തുടങ്ങി, വരയ്ക്കാൻ തുടങ്ങി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ആളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു, ആള് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ. അപ്പൊ ഞാൻ ആ ക്യാമറ തട്ടി താഴെ ഇടാൻ നോക്കിയപ്പോ ആള് ക്യാമറ പിടിക്കാൻ നോക്കിയൊരു ഗ്യാപ്പില് ഞാൻ ഒന്നും നോക്കാതെ ആ ഗ്ലാസ് വിൻഡോ തുറന്ന് പുറത്തോട്ട് ഞാൻ കരഞ്ഞു ഓടിയിട്ടുണ്ട്. ഞാൻ നമസ്കാരം. സിനിമാ ലോകത്തെ ഇരുണ്ട വശം മറനീക്കി പുറത്തു വന്നിരിക്കെ നടി മാളവിക ശ്രീനാഥ് നടത്തിയ തുറന്നു പറച്ചിൽ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. തനിക്ക് നേരെ കാസ്റ്റിംഗ് കൗച്ച് സമീപനം ഉണ്ടായിട്ടുണ്ട് എന്ന് മാളവിക ശ്രീനാഥ് നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, ഞാനതിന് ഇരയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് ധൈര്യമായി പറയാമെന്നും നടി പറയുന്നു. 3 കൊല്ലങ്ങൾക്ക് മുൻപ് എന്നെ വിളിച്ച് മഞ്ജു വാര്യരുടെ മൂവിക്ക് വേണ്ടിയാണ് മഞ്ജു വാര്യരുടെ മകളായി അഭിനയിക്കാനുള്ള ചാൻസ് ആണ് എന്ന് പറഞ്ഞു. ആരായാലും വീണു പോകും, ഞാൻ ഓഡീഷന് വരാമെന്ന് പറഞ്ഞു. ഇവർ ഇന്നോവ കാറൊക്കെ വിട്ടു. ഞാനും അമ്മയും അനിയത്തിയും കൂടിയാണ് പോയത്. തൃശ്ശൂർ ഭാഗത്തായിരുന്നു ഓഡീഷൻ. ഒരു ചില്ലിട്ട റൂമായിരുന്നു. ഞാൻ അതിനുള്ളിൽ ഓഡീഷൻ ചെയ്യുന്നു. അരമണിക്കൂറോളം ഇയാൾ എന്നെ ഓഡീഷൻ ചെയ്യിക്കുന്നുണ്ട്. പുറത്ത് അമ്മയും അനിയത്തിയും ഇരിക്കുന്നത് എനിക്ക് കാണാം. കുറെ ഷൂട്ട് ചെയ്തപ്പോൾ മാളവിക മുടി കുറച്ച് പാറിയിട്ടുണ്ട്, ഡ്രസ്സിംഗ് റൂമിൽ പോയി ശരിയാക്കി വരൂ എന്ന് അയാൾ പറഞ്ഞു. ഡ്രസ്സിംഗ് റൂമിൽ പോയി ഞാൻ ഹെയർ ശരിയാക്കവേ ഇയാൾ പെട്ടെന്ന് എന്നെ വന്ന് പിറകിലൂടെ പിടിച്ചു. നല്ല പൊക്കവും അതിനൊത്ത തടിയുമുള്ള ഒരാളാണ്. ചില സമയത്ത് നമ്മൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല, വിറങ്ങലിച്ചു പോകും. ഒരു കൈകൊണ്ട് അയാളെ തട്ടി മാറ്റാൻ ഞാൻ നോക്കുന്നുണ്ട്, പറ്റുന്നില്ല. ഇപ്പോൾ ഒന്ന് മനസ്സ് വെച്ചു കഴിഞ്ഞാൽ മാളവികയെ ഇനി ആളുകൾ കാണുക മഞ്ജു വാര്യരുടെ മകളായിട്ടായിരിക്കും. അമ്മയും അനിയത്തിയും പുറത്തു നിന്നോട്ടെ, 10 മിനിറ്റ് മാളവിക ഒന്നിവിടെ നിന്നാൽ മതിയെന്ന് അയാൾ പറഞ്ഞു. ഞാൻ കരയാനും വിറയ്ക്കാനും തുടങ്ങി. ആളുടെ കയ്യിൽ ക്യാമറയുണ്ടായിരുന്നു, അത് തട്ടി താഴെയിടാൻ നോക്കി. അയാൾ ക്യാമറ പിടിക്കാൻ നോക്കിയ ഗ്യാപ്പിൽ ഞാൻ ഒന്നും നോക്കാതെ ഗ്ലാസ് വിൻഡോ തട്ടി തുറന്ന് പുറത്തേക്ക് പോയി. അമ്മയ്ക്കും അനിയത്തിക്കും എന്താണ് എന്ന് പോലും മനസ്സിലായില്ല. താൻ പുറത്തേക്കൂടി ഒരു ബസ്സിൽ കയറി. അമ്മയും അനിയത്തിയും ഈ ബസ്സിൽ തന്നെ കയറി. താനന്ന് പൊട്ടിക്കരയുകയായിരുന്നുവെന്നും മാളവിക ശ്രീനാഥ് ഓർത്തു. ഇതുപോലെ 2-3 അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നും മാളവിക വ്യക്തമാക്കി. മഞ്ജു വാര്യരുടെ സിനിമയിലെ ആളുകളല്ല തന്നെ വിളിച്ചത് എന്നുറപ്പാണ് എന്നും മാളവിക പറഞ്ഞു. അതേസമയം മാളവിക പറഞ്ഞത് ലൂസിഫർ സിനിമയിലെ സംഭവമാണ് എന്നാണ് സോഷ്യൽ മീഡിയയുടെ വാദം. കാരണം ലൂസിഫർ സിനിമയിൽ മഞ്ജുവിന്റെ മകളായി സാനിയ അയ്യപ്പനാണ് അഭിനയിച്ചിരുന്നത്. ആ കഥാപാത്രം ചെയ്യാനായിരിക്കാം മാളവികയെ ക്ഷണിച്ചത് എന്ന തരത്തിലാണ് വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്നാൽ 10 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു അനുഭവത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞത് എന്നും അതിന് നിലവിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നും മാളവിക ശ്രീനാഥ് പറയുന്നു. വ്യാജ ഓഡിഷനിൽ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചാണ് താൻ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് എന്നും അതിൽ ഉൾപ്പെട്ടവർക്ക് മലയാള സിനിമയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നും മാളവിക കൂട്ടിച്ചേർത്തു. ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു താരത്തിന്റെ ആ പ്രതികരണം. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മലയാള സിനിമാ ലോകത്തെ പിടിച്ചു കുലുക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. സ്ത്രീകളോട് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്നും വഴങ്ങിയില്ല എങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നും റിപ്പോർട്ടിൽ തുറന്നു കാട്ടുന്നു. നടിമാർ താമസിക്കുന്ന മുറിയുടെ കതകിൽ തട്ടുക, റീടേക്കുകൾ ചെയ്യിപ്പിക്കുക തുടങ്ങിയ ശല്യങ്ങളുമുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സിനിമാ രംഗത്ത് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് നേരത്തെ തന്നെ നിരവധി നടിമാർ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ചില്ലിട്ട റൂമായിരുന്നു, ഞാൻ അതിൻ്റെ ഉള്ള ഓഡിഷൻ ചെയ്യാം. ഒരു അരമണിക്കൂറോളം ഇയാൾ എന്നെ ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ കുറെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാളവിക മുടി കുറച്ച് പാറിയിട്ടുണ്ട്, അവിടെ ഡ്രസ്സിംഗ് റൂം ഉണ്ട്, മാളവിക പോയിട്ടൊന്ന് ഹെയർ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ഇയാൾ പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിൽ പിടിച്ചു. അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ഉള്ള ഒരാളാട്ടോ. ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാളവിക ഇപ്പൊ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാളവികനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജുവാര്യരുടെ മോളായിട്ടായിരിക്കും. നമ്മുടെ അവസ്ഥയെ മുതലാക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ മാളവിക ഒന്നും അറിയണ്ട, അമ്മ അനിയത്തിയും പുറത്തിരുന്നോട്ടെ, ഒരു 10 മിനിറ്റ് മാളവിക ഒന്ന് ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ കരയാൻ തുടങ്ങി, വരയ്ക്കാൻ തുടങ്ങി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ആളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു, ആള് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ക്യാമറ. അപ്പൊ ഞാൻ ആ ക്യാമറ തട്ടി താഴെ ഇടാൻ നോക്കിയപ്പോ ആള് ക്യാമറ പിടിക്കാൻ നോക്കിയൊരു ഗ്യാപ്പില് ഞാൻ ഒന്നും നോക്കാതെ ഈ ആ ഗ്ലാസ് വിൻഡോ തുറന്ന് പുറത്തോട്ട് ഞാൻ കരഞ്ഞു ഓടിയിട്ടുണ്ട് ഞാൻ.